ചേഞ്ചസ് വരുത്തും. ഡയറക്റ്റ് സ്പീച്ചും ഇൻഡയറക്റ്റ് സ്പീച്ചും നമ്മൾ ചേഞ്ചസ് വരുത്തില്ലേ, അതുപോലെ ഡയറക്റ്റ് സ്പീച്ചും റിപ്പോർട്ടഡ് സ്പീച്ചിലും എങ്ങനെ ചേഞ്ചസ് വരുമെന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഡയറക്റ്റ് സ്പീച്ചിൽ നൗ എന്ന് പറയുന്നത് റിപ്പോർട്ടഡ് സ്പീച്ചിൽ വരുമ്പോൾ എങ്ങനെ വരും? ദെൻ എന്ന് വരും. നൗ ദെൻ. ടുഡേ എന്നുള്ള ദാറ്റ് ഡേ എന്ന് വരും. നമ്മുടെ എഴുതിയിട്ടുണ്ട്. നൗ എന്നുള്ളത് ദെൻ എന്ന് വരും. ടുമാറോ എന്നുള്ളത് നെക്സ്റ്റ് ഡേ എന്ന് വരും. ഹിയർ എന്നുള്ള ദർ എന്ന് വരും. ഹിയർ ദർ. ഒരു ടി മുന്നിലിട്ട് കൊടുത്താൽ മതി. ദർ നോക്കോ. ലാസ്റ്റ് വീക്ക്, പ്രീവിയസ് വീക്ക്. ലാസ്റ്റ് വീക്ക്, പ്രീവിയസ് വീക്ക് അല്ലേ. വിൽ, വുഡ്, ദീസ്, ദോസ് എന്ന് വരും. ഓക്കെ. പിന്നെ ഇനിയുണ്ട് ഓക്കെ ദിസ് എന്ന് പറയുന്ന ദാറ്റ് എന്ന് വരും. ഹിയർ എന്ന് പറയുന്ന ഒരു പ്ലേസ് ആണ്. അപ്പോൾ ദർ എന്നാണ് വരിക, ചേഞ്ച് വരിക. നെക്സ്റ്റ് വീക്ക്, ഫോളോവിയസ് വീക്ക്. ലാസ്റ്റ് വീക്ക്, പ്രീവിയസ് വീക്ക് അല്ലേ. വിൽ, വുഡ്, ദീസ്, ദോസ് എന്ന് വരും. ഓക്കെ. പിന്നെ ഇനിയുണ്ട് ഓക്കെ ദിസ് എന്ന് പറയുന്ന ദാറ്റ് എന്ന് വരും. ഹിയർ എന്ന് പറയുന്ന ഒരു പ്ലേസ് ആണ്. അപ്പോൾ ദർ എന്നാണ് വരിക, ചേഞ്ച് വരിക. നെക്സ്റ്റ് വീക്ക്, ഫോളോയിങ് വീക്ക് എന്നാണ് പറയാം. ഇനി വരാൻ പോകുന്ന ആഴ്ച. യെസ്റ്റർഡേ, ദ ഡേ ബിഫോർ അല്ലേ. ഡേ ബിഫോർ എന്നല്ല നമ്മൾ പിന്നെ പറയാം, ഇന്നൊക്കെ പറയുമ്പോൾ പറയാം അല്ലേ. ലാസ്റ്റ് വീക്ക്, ദ പ്രീവിയസ് വീക്ക് അല്ലേ, കഴിഞ്ഞ പോയ വീക്ക്. പിന്നെ എഗോ, ബിഫോർ. ടു നൈറ്റ്, ദാറ്റ് നൈറ്റ്. നെക്സ്റ്റ് ഇയർ, ഫോളോയിങ് ഇയർ. ഓക്കെ. ദീസ്, ദോസ് ആൻഡ് ഡെമോൺസ്ട്രേറ്റീവ് എന്നാണ് പറയാം. പിന്നെ ടെൻസ് ചേഞ്ചസിലാണ് ഈ വില്ല് അങ്ങനത്തെ കേസസൊക്കെ ഞാൻ നേരത്തെ എഴുതിയതൊക്കെ വരുന്നത്. വില്ല് വുഡ് ആവും, ക്യാന് കുഡ് ആവും, മസ്റ്റ് ഒന്നോ അല്ലെങ്കിൽ ഹാവ് ടു എന്നൊക്കെ എഴുതും. ദാറ്റ് നൈറ്റ്. നെക്സ്റ്റ് ഇയർ, ഫോളോയിങ് ഇയർ. ഓക്കെ. ദീസ്, ദോസ് ആൻഡ് ഡെമോൺസ്ട്രേറ്റീവ് എന്നാണ് പറയാം. പിന്നെ ടെൻസ് ചേഞ്ചസിലാണ് ഈ വില്ല് അങ്ങനത്തെ കേസസൊക്കെ ഞാൻ നേരത്തെ എഴുതിയതൊക്കെ വരുന്നത്. വില്ല് വുഡ് ആവും, ക്യാന് കുഡ് ആവും, മസ്റ്റ് ഒന്നോ അല്ലെങ്കിൽ ഹാവ് ടു എന്നൊക്കെ എഴുതുമ്പോൾ മസ്റ്റ് ഹാവ് ഹാഡ് ആവും. അതുപോലെ ഹാവ് ടു ഹാഡ് ടു എന്ന് വരും. മസ്റ്റ് എന്നുള്ളത് മസ്റ്റ് തന്നെയാണ് വരിക. ഓക്കെ. മേ ഓർ മൈറ്റ് എന്നുള്ളത് മൈറ്റ് എന്ന് വരും. മേ എന്ന് കണ്ടാലും മൈറ്റ് എന്ന് എഴുതിയാൽ മതി. മൈറ്റ് എന്ന് കണ്ടാൽ പിന്നെ മൈറ്റ് തന്നെയേ വരുള്ളൂ. ഓക്കെ. മേ എന്ന് കണ്ടാൽ മൈറ്റ് എന്നാക്കണേ. ഷുഡ്, ഓട്ട് ടു എന്ന് തന്നെ വരും. ഷുഡ് തന്നെയാണ്. ഓട്ട് ടു തന്നെ. ഓക്കെ. ഇതൊക്കെയാണ് ചേഞ്ചസ് വരുത്തേണ്ടത് റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ കാര്യത്തിൽ. അപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ കാര്യത്തിൽ ഡെമോൺസ്ട്രേറ്റീവ് എന്നും പ്ലേസ് ആൻഡ് ടൈം എന്നും ടെൻസസ് എന്നുള്ള ഈ 3 കേസസിലാണ് ചേഞ്ചസ് വരുത്തുന്നത്. ഓക്കെ. ഇത് ക്ലിയർ അല്ലേ? അതിന് താഴെ 3 ഹോളായിട്ട് ഡിവൈഡ് ചെയ്യുക. ഒറിജിനൽ ടെൻസ്, റിപ്പോർട്ടഡ് ടെൻസ് ആൻഡ് സെൻറ്റൻസസ്. ഒറിജിനലിൽ സിമ്പിൾ പ്രസൻറ്റ് എന്ന് വരും ഒറിജിനൽ. അതിൻ്റെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറുമ്പോൾ അതെന്താവും? സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ പാസ്റ്റ് ആവും. അപ്പം ഐ ആം ഹാപ്പി, നേരത്തെ ഞാൻ പറഞ്ഞ ഡയറക്റ്റ് സ്പീച്ചിൻ്റെ കേസ് കൊട്ടേഷനുള്ള ഐ ആം ഹാപ്പി എന്നുള്ള ഹി സെഡ്, ഹി ഓർ ഷീ സെഡ് എന്ന് എന്തെങ്കിലും. അപ്പം എന്താ ലാസ്റ്റുള്ള ഹി സെഡ് ഫസ്റ്റിലേക്ക് വരും ഇൻഡയറക്റ്റ് വരുമ്പോൾ. അങ്ങനെയല്ല ഞാൻ നേരത്തെ പറഞ്ഞത്. ഹി സെഡ് ദാറ്റ് ഹി വാസ് ഹാപ്പി. അതിന് കൊട്ടേഷൻ വേണ്ട. ഓക്കെ. ഇതാണ് സിമ്പിൾ പ്രസൻറ്റ് ടു സിമ്പിൾ പാസ്റ്റിന് വരുന്ന ചേഞ്ചസ്. ക്ലിയർ ആണോ? അടുത്തത് രണ്ടാമത്തെ കേസ് പ്രസൻറ്റ് കണ്ടിന്യൂസ്. എങ്ങനെ റിപ്പോർട്ട് സ്പീച്ചിലേക്ക് വരുമ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറും. ഓക്കെ. ഹി സോ ഇറ്റ്, അതായത് കൊട്ടേഷൻ മാർക്ക് ഡയറക്റ്റ് സ്പീച്ചാണ്. അതെങ്ങനെ ഇൻഡയറക്റ്റിലേക്ക് വരും? ഷീ. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. ഡയറക്റ്റ് സ്പീച്ചും റിപ്പോർട്ടഡ് സ്പീച്ചുമാണ് ഇന്ന് ഞാൻ ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ. റിപ്പോർട്ടഡ് സ്പീച്ച് എന്താണ്? ഓക്കെ. റിപ്പോർട്ടഡ് സ്പീച്ചിൽ നമ്മൾ എങ്ങനെ സെൻറ്റൻസസിൽ ചേഞ്ചസ് വരുത്തും. ഡയറക്റ്റ് സ്പീച്ചും ഇൻഡയറക്റ്റ് സ്പീച്ചും നമ്മൾ ചേഞ്ചസ് വരുത്തില്ലേ, അതുപോലെ ഡയറക്റ്റ് സ്പീച്ചും റിപ്പോർട്ടഡ് സ്പീച്ചിലും എങ്ങനെ ചേഞ്ചസ് വരുമെന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഡയറക്റ്റ് സ്പീച്ചിൽ നൗ എന്ന് പറയുന്നത് റിപ്പോർട്ടഡ് സ്പീച്ചിൽ വരുമ്പോൾ എങ്ങനെ വരും? ദെൻ എന്ന് വരും. നൗ ദെൻ. ടുഡേ എന്നുള്ള ദാറ്റ് ഡേ എന്ന് വരും. നമ്മുടെ എഴുതിയിട്ടുണ്ട്. നൗ എന്നുള്ളത് ദെൻ എന്ന് വരും. ടുമാറോ എന്നുള്ളത് നെക്സ്റ്റ് ഡേ എന്ന് വരും. ഹിയർ എന്നുള്ള ദർ എന്ന് വരും. ഹിയർ ദർ. ഒരു ടി മുന്നിലിട്ട് കൊടുത്താൽ മതി. ദർ നോക്കോ.
ലാസ്റ്റ് വീക്ക്, പ്രീവിയസ് വീക്ക്, ലാസ്റ്റ് വീക്ക്, പ്രീവിയസ് വീക്ക് അല്ലേ. വിൽ, വുഡ്, ദീസ്, ദോസ് എന്ന് വരും. ഓക്കെ, പിന്നെ ഇനിയുണ്ട്. ഓക്കെ, ദിസ് എന്ന് പറയുന്നത് ദാറ്റ് എന്ന് വരും. ഹിയർ എന്ന് പറയുന്ന ഒരു പ്ലേസാണ്, അപ്പോൾ ദർ എന്നാണ് വരിക, ചേഞ്ച് വരിക. നെക്സ്റ്റ് വീക്ക് ഫോളോയിങ് വീക്ക് എന്നാണ് പറയാം. ഇനി വരാൻ പോകുന്ന ആഴ്ച. യെസ്റ്റർഡേ, ദ ഡേ ബിഫോർ അല്ലേ. ഡേ ബിഫോർ എന്നല്ല നമ്മൾ പിന്നെ പറയാം, ഇന്നൊക്കെ പറയുമ്പോൾ പറയാം അല്ലേ. ലാസ്റ്റ് വീക്ക്, ദ പ്രീവിയസ് വീക്ക് അല്ലേ, കഴിഞ്ഞ പോയ വീക്ക്. പിന്നെ എഗോ, ബിഫോർ. ടു നൈറ്റ്, ദാറ്റ് നൈറ്റ്. നെക്സ്റ്റ് ഇയർ, ഫോളോയിങ് ഇയർ. ഓക്കെ, ദീസ്, ദോസ് ആൻഡ് ഡെമോൺസ്ട്രേറ്റീവ് എന്നാണ് പറയാം. പിന്നെ ടെൻസ് ചേഞ്ചസിലാണ് ഈ വില്ല് അങ്ങനത്തെ കേസസൊക്കെ ഞാൻ നേരത്തെ എഴുതിയതൊക്കെ വരുന്നത്. വില്ല് വുഡ് ആവും, ക്യാന് കുഡ് ആവും, മസ്റ്റ് എന്നോ അല്ലെങ്കിൽ ഹാവ് ടു എന്നൊക്കെ വരുമ്പോൾ മസ്റ്റ് ഹാവ് ഹാഡ് ആവും. അതുപോലെ ഹാവ് ടു ഹാഡ് ടു എന്ന് വരും. മസ്റ്റ് എന്നുള്ളത് മസ്റ്റ് തന്നെയാണ് വരിക. ഓക്കെ, മേ ഓർ മൈറ്റ് എന്നുള്ളത് മൈറ്റ് എന്ന് വരും. മേ എന്ന് കണ്ടാലും മൈറ്റ് എന്ന് എഴുതിയാൽ മതി. മൈറ്റ് എന്ന് കണ്ടാൽ പിന്നെ മൈറ്റ് തന്നെയേ വരുള്ളൂ. ഓക്കെ, മേ എന്ന് കണ്ടാൽ മൈറ്റ് എന്നാക്കണേ. ഷുഡ്, ഓട്ട് ടു എന്ന് തന്നെ വരും. ഷുഡ് തന്നെ, ഓട്ട് ടു തന്നെ. ഓക്കെ, ഇതൊക്കെയാണ് ചേഞ്ചസ് വരുത്തേണ്ടത് റിപ്പോർട്ടർ സ്പീച്ചിൻ്റെ കാര്യത്തിൽ. അപ്പോൾ റിപ്പോർട്ടർ സ്പീച്ചിൻ്റെ കാര്യത്തിൽ ഡെമോൺസ്ട്രേറ്റീവ് എന്നും പ്ലേസ് ആൻഡ് ടൈം എന്നും ടെൻസസ് എന്നുള്ള ഈ 3 കേസസിലാണ് ചേഞ്ചസ് വരുത്തുന്നത്. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? പിന്നെ റിപ്പോർട്ടർ സ്പീച്ചിൻ്റെ ഒറിജിനൽ ടെൻസും റിപ്പോർട്ടർ ഇതുപോലെ ടേബിൾ വരച്ചിട്ട് എഴുതണം. ഓക്കെ, ഇവിടെ ടേബിൾ വരയ്ക്കാനുള്ള സ്ഥലമില്ല, ഞാൻ ബോർഡ് ക്ലീൻ ചെയ്തിട്ട് ഉണ്ടാക്കി തരാം, അല്ലെങ്കിൽ പറഞ്ഞുതരാം. ഓക്കെ, അതല്ല നല്ല ഒറിജിനൽ ടെൻസ് റിപ്പോർട്ടർ സ്പീച്ചിന് മേലെ ഹെഡിങ് കൊടുക്കുക. അതിന് താഴെ 3 കോളായിട്ട് ഡിവൈഡ് ചെയ്യുക. ഒറിജിനൽ ടെൻസ്, റിപ്പോർട്ടഡ് ടെൻസ് ആൻഡ് സെൻറ്റൻസസ്. ഒറിജിനലിൽ സിമ്പിൾ പ്രസൻറ്റ് എന്ന് വരും ഒറിജിനൽ. അതിൻ്റെ റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറുമ്പോൾ അതെന്താവും, സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ പാസ്റ്റ് ആവും. അപ്പം ഐ ആം ഹാപ്പി, നേരത്തെ ഞാൻ പറഞ്ഞ ഡയറക്റ്റ് സ്പീച്ചിൻ്റെ കേസ് കൊട്ടേഷനുള്ള ഐ ആം ഹാപ്പി എന്നുള്ള ഹി സെഡ്, ഹി ഓർ ഷീ സെഡ് എന്ന് എന്തെങ്കിലും. അപ്പം എന്താ ലാസ്റ്റുള്ള ഹി സെഡ് ഫസ്റ്റിലേക്ക് വരും ഇൻഡയറക്റ്റ് വരുമ്പോൾ. അങ്ങനെയല്ല ഞാൻ നേരത്തെ പറഞ്ഞത്. ഹി സെഡ് ദാറ്റ് ഹി വാസ് ഹാപ്പി, അതിന് കൊട്ടേഷൻ വേണ്ട. ഓക്കെ, ഇതാണ് സിമ്പിൾ പ്രസൻറ്റ് ടു സിമ്പിൾ പാസ്റ്റിന് വരുന്ന ചേഞ്ചസ്. ക്ലിയർ ആണോ? അടുത്തത് രണ്ടാമത്തെ കേസ് പ്രസൻറ്റ് കണ്ടിന്യൂസ്. എങ്ങനെ റിപ്പോർട്ട് സ്പീച്ചിലേക്ക് വരുമ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറും. ഓക്കെ, ഹി സോ ഇറ്റ്, അതായത് കൊട്ടേഷൻ മാർക്ക് ഡയറക്റ്റ് സ്പീച്ചാണ്. അതെങ്ങനെ ഇൻഡയറക്റ്റിലേക്ക് വരും? ഷീ സെഡ് ഹി ഹാഡ് സീൻ ഇറ്റ്, സോ എന്നുള്ള സീനാവും. ഓക്കെ, പിന്നെ മൂന്നാമത്തെ കേസ് പ്രസൻറ്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറുമ്പോൾ ഷീസ് ഗോൺ, അവൾ പോയി. യു സെഡ് ഷീ ഹാഡ് ഗോൺ. ഓക്കെ, സിമ്പിൾ പാസ്റ്റ് പെർഫെക്റ്റ് മറ്റേ അതിൻ്റെ തൊട്ട് മുന്നുള്ള അതേപോലെ തന്നെ, പക്ഷേ അത് സിമ്പിൾ പാസ്റ്റാണ് ഒറിജിനൽ. റിപ്പോർട്ട് സ്പീച്ചിലേക്ക് ടെൻസിലേക്ക് വരുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറും. ഐ ലെഫ്റ്റ്, ഞാൻ ലെഫ്റ്റ് അടിച്ചു. യു സെഡ് യു ഹാഡ് ലെഫ്റ്റ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ.